ചെയ്താൽ ഒരിക്കലും എനിക്കിപ്പോ ഒരു 40 വയസ്സായാലും മാത്രമേ എനിക്ക് ഈ ഗിന്നസ് റെക്കോർഡ് ലഭിക്കുകയുള്ളൂ. അപ്പൊ ഞാൻ എന്റെ യൂസ് ചെയ്ത 18 മണിക്കൂർ സാധാരണ ഒരു കുട്ടി ചെയ്യുന്ന സാധാരണ 2 മണിക്കൂറായിരിക്കും പഠിക്കുക, അല്ലെങ്കിൽ 4 മണിക്കൂർ മാക്സിമം. അത് ഞാനിപ്പോ മാറ്റി, ഞാനും 1 മണിക്കൂറോളം പഠിച്ച ഒരു വിദ്യാർത്ഥി ആയിരുന്നു. പിന്നീട് അത് ഞാൻ 18 മണിക്കൂറോളം ആക്കി എന്റെ പ്രാക്ടീസിന്, എന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്. അപ്പൊ ഒരു ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ട് പല നിയമങ്ങളും നമ്മൾ ബ്രേക്ക് ചെയ്യേണ്ടി വരും. ഉദ്ദേശം ഒരു 7ാം ക്ലാസ്സിലാണ് പ്രതീക്ഷ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു അസാധാരണ ഒരു കഴിവുണ്ട്, ഒരു ഗിഫ്റ്റഡ് ആണ് എന്നറിയുന്നത് 7ാം ക്ലാസ്സിലാണ്. ഇതിനെ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്ന എപ്പോഴാണ്? ഒരു സീരിയസ് ലെവലിലേക്ക് ഡിഗ്രി ടൈമിലാണ് ഈ എക്സാം എഴുതിയ സമയത്തായിരുന്നു. ഒരുപക്ഷെ പ്രതീക്ഷ ഇവിടെ വരാനും ഞങ്ങള് ഇങ്ങനെ പ്രതീക്ഷയുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടാവാനും അത് പ്രേക്ഷകരെ കാണാനും ഒക്കെ കാരണം ഗിന്നസ് വേൾഡ് റെക്കോർഡ്. അതെ അതെ അതെ. അതൊന്ന് പറയാമോ? എങ്ങനെയായിരുന്നു അതിന് തുടങ്ങിയത്? എന്തൊക്കെയായിരുന്നു അനുഭവങ്ങൾ? അത് ഒന്ന് ഷെയർ ചെയ്യാം. ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്തായിരുന്നു ഈ 24 എക്സാം ഒരുമിച്ച് എഴുതുകയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടോപ്പ് മാർക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മുടെ അവിടുത്തെ പ്രിൻസിപ്പാൾ പറഞ്ഞു, ഇങ്ങനെ ഒരു അസാധാരണമായിട്ടുള്ള എന്തോ എനിക്ക് തോന്നുന്നുണ്ട്, നമുക്കൊരു കാര്യം ചെയ്യാൻ. ആദ്യം ഒരു 100 പേര് അവര് കുറച്ച് എന്താ പറയാ, അവർക്കൊരു ഇതിലെന്തോ തട്ടിപ്പുണ്ടാന്ന് തോന്നിയിരിക്കും. കാരണം 2 വർഷത്തെ എക്സാം സ്കിപ്പ് ചെയ്തിട്ട് 3ാമത്തെ വർഷം ഒരുമിച്ച് എല്ലാം കൂടെ എഴുതിട്ട് ടോപ്പർ ആവാന്ന് പറയുമ്പോ ഇതിൽ വല്ല മാൽ പ്രാക്ടീസ് ഉണ്ടോ ആൾക്കാർ സംശയിച്ചിട്ടുണ്ടാവും അല്ലെ? ആ ഒരു അങ്ങനെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടാവും. ശരിയാ, വളരെ ശരിയാണ്. കാരണം ഈ ലോ എക്സാം നിയമത്തിന്റെ ഒക്കെ സെക്ഷൻസ് ആണ്, അതേപോലെ തന്നെ നോക്കി എഴുതിയാൽ മാത്രമേ ഫുൾ മാർക്ക്, ഏകദേശം അതിൽ ഫുൾ മാർക്കോളം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോ ഇങ്ങനെ അതിങ്ങനെ കഴിയുമ്പോൾ മനസ്സിലാക്കി അദ്ദേഹം ഉടനെ എന്നോട് പറഞ്ഞു, നമുക്കൊന്ന് ടെസ്റ്റ് നോക്കാൻ പറഞ്ഞിട്ട് 200ഓളം പേരുകൾ ആദ്യം ഒറ്റത്തവണ വായിക്കുമ്പോ തന്നെ ഞാൻ ഓർഡർ പ്രകാരം അത് പറഞ്ഞു. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇപ്പൊ ഈ ലെവലിലാണ് കഴിവുകൾ മനസ്സിലായി. പിന്നീട് അത് 200ആയി, 500ആയി. ഇപ്പൊ നിലവിൽ എന്റെ ഗിന്നസ് റെക്കോർഡ് വീണ്ടും ഞാൻ ബ്രേക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം പ്രതീഷിന്റെ പേരിലാണ് അത് 470 പേരുകൾ അസെൻഡിംഗ് ഓർഡറിലും ഡിസെൻഡിംഗ് ഓർഡറിലും പറഞ്ഞു. അതിന് മുമ്പ് ഒരു ഇന്ത്യൻ തന്നെയായിരുന്നു അത് ഹോൾഡ് ചെയ്തത്, ജയവർദ്ധൻ അല്ലെ? അദ്ദേഹത്തിന് 200ആയി. അപ്പം മോർ ദാൻ ഹാഫ്. അത് കൂടുതലാണ്, ഒരു 100% അല്ല, കൂടുതൽ ഇതായിട്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അടുത്തിപ്പോ 1200ലേക്കാണ്. പിന്നെ പുതിയൊരു അനുഭവം എങ്ങനെയാണ് ഗിന്നസ് റെക്കോർഡ് അങ്ങനെ റെക്കോർഡ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ അതിലേക്ക് ബുക്കിലേക്ക് കയറാനുള്ള അവസരമുണ്ട്? ആരാണ് അത് ആദ്യം അറിയിച്ചത്? എങ്ങനെയായിരുന്നു ആ ഒരു യാത്ര? എങ്ങനെ? അതെ, ആദ്യം ഞാനിപ്പോ ഈ കഴിവ് മനസ്സിലാക്കി ഉടനെ പിന്നീട് എന്റെ അച്ഛൻ കണ്ണൻ, MT കണ്ണൻ എന്നാണ്, അദ്ദേഹം വീട്ടിൽ നിന്ന് എപ്പോഴും എഴുതുമായിരുന്നു. വീട്ടിൽ നിന്ന് കുറെ പേര് 10-200 പേര് എഴുതും. അച്ഛൻ റിയൽ എസ്റ്റേറ്റ് ഉണ്ടായിരുന്നു. ചെറുപ്പം മരിച്ചു, 5 വർഷത്തോളമായി മരിച്ചത്. പിന്നീട് അത് എഴുതിയിട്ട് വീട്ടിൽ നിന്ന് തന്നെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. പിന്നീട് അവന് ഞാൻ പറഞ്ഞില്ല, പ്രിൻസിപ്പാൾ സുനിൽ എന്ന് പറഞ്ഞ വ്യക്തി ഉണ്ടായിരുന്നു, അദ്ദേഹം ഇതേപോലെ തന്നെ പ്രാക്ടീസ്. പിന്നീട് എനിക്കിപ്പോ 1500ഓളം പേരുകൾ ഇപ്പൊ ഓർമ്മിക്കാൻ പറ്റുന്നുണ്ട് ഒറ്റടിക്ക് വായിച്ചാൽ. 1500 ഒന്നുമല്ല, നമുക്ക് സമയപരിമിതി ഇല്ലെങ്കിൽ 1500 പേര് തരമായിരുന്നു. ഓക്കെ. അപ്പം ഈ ഗിന്നസ് അവരെ എങ്ങനെയാണ് കോണ്ടാക്ട് ചെയ്തത്? എങ്ങനെയായിരുന്നു ഒരു ടെസ്റ്റ് അസസ്മെന്റ്? ആദ്യം നമ്മുടെ